Good morning, children. Welcome back to your English class. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ മെയിൻ കോഴ്സ് പഠിച്ചില്ലേ? ഒന്ന് കുറച്ച് ഗ്രാമർ പഠിക്കാം കേട്ടോ. എൻജോയിങ് ഗ്രാമറിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? കൈൻഡ്സ് ഓഫ് സെന്റൻസ്. Isn't it? Okay, kinds of sentence. Can you remember? What's a sentence? A sentence is a group of words that makes complete sense. Okay. പൂർണ്ണമായ അർത്ഥത്തെ തരുന്ന ഒരു കൂട്ടം വാക്കുകളാണ്, അല്ലെങ്കിൽ വാക്കുകളുടെ സമൂഹമാണ് വാക്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് സെന്റൻസ് അത് പഠിച്ചായിരുന്നല്ലോ. എന്തൊക്കെയായിരുന്നു? A sentence must start with a capital letter and ends either with a full stop, question mark or an exclamation mark. Isn't it? Can you remember this? Okay. Next one. A sentence must have proper word order. And the next one. A sentence must have subject and predicate. Okay. The subject and predicate ആണ് നമ്മൾ, അതായത് noun and verb. Noun part ആണ് subject, predicate verb part ആണ് predicate. Okay. നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് അതാണ്, സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. മക്കളെ, എന്താണ് ഈ സബ്ജക്റ്റ്? അതായത് ഡുവർ ഓഫ് ദ ആക്ഷൻ അല്ലെങ്കിൽ വെർബ് അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്നയാളാണ് സബ്ജക്റ്റ്, അതായത് കർത്താവ് എന്ന് നമ്മൾ പറയുന്നത്. സബ്ജക്റ്റ് ഈസ് ഓർ അതർവൈസ് കോൾഡ് ആസ് ഡുവർ ഓഫ് ദ ആക്ഷൻ. സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. ഈ സബ്ജക്റ്റ് ഏതൊക്കെയുണ്ട്? സിംഗുലറും പ്ലൂറലും ഉണ്ട് അല്ലേ? ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ. സബ്ജക്റ്റ് ഏതൊക്കെയാണ് നമുക്ക് പറയാമോ? ഐ, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ. അതിന്റെ പ്ലൂറല് സിംഗുലർ, അതിന്റെ പ്ലൂറല് വി. സെക്കൻഡ് പേഴ്സൺ സിംഗുലർ യു, അതിന്റെ പ്ലൂറല് സെയിം തന്നെ യു. തേർഡ് പേഴ്സൺ സിംഗുലർ ഹി, she, it, and plural they. Okay. First person singular, second person singular, third person singular. First person plural, second person plural, third person plural. There I, you, he, she, it, we, you, they. നമുക്കൊരു നല്ല ഫ്ലോയിൽ എന്ന് പറയാം. I, you, they, we, he, she, it. I, you, they, അത് പറയാൻ എളുപ്പം. I, you, they, we, he, she, it. Okay. ഇതാണ് സബ്ജക്റ്റ്. ഇത് സിംഗുലർ, ദീസ് ആർ പ്ലൂറൽ. ഓക്കെ. അപ്പൊ ഈ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും പഠിക്കുന്നതിന് ഇവിടെ കുറച്ച് എക്സാമ്പിൾ മിസ് തന്നിട്ടുണ്ട്. രാം ഈസ് പ്ലേയിങ്, they are enjoying, the ducks are swimming, the child is crying, I am reading. ഇതെല്ലാം സെന്റൻസ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ സെന്റൻസ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് എൻഡ്സ് ഈദർ വിത്ത് ഫുൾ സ്റ്റോപ്പ് ഓർ ആൻ എക്സ്ക്ലമേഷൻ മാർക്ക് ഓർ എ ക്വസ്റ്റ്യൻ മാർക്ക്. ഹിയർ ദേ ആർ എൻജോയിങ്, അതായത് പ്രോപ്പർ വേർഡ് ഓർഡർ ഉണ്ട്. സബ്ജക്റ്റ്, വേർബ്. ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് നമുക്ക് പിന്നെ പറയാം. ഓക്കെ. രാം ഈസ് പ്ലേയിങ്. ഇവിടെ ഈ സെന്റൻസിനകത്ത് നമുക്ക് പറയാമോ വിച്ച് ഇസ് ദ സബ്ജക്റ്റ് ഹിയർ? Ram is the subject. ബാക്കി is playing, ഇത് helping verb and then main verb. Okay. Subject, verb. ഇവിടെ ഈ സബ്ജക്റ്റിലെ ഈ രാം ആണ് ഇതിന്റെ സബ്ജക്റ്റ്. ഈ noun പാർട്ട് ആണ് ഇതിന്റെ സബ്ജക്റ്റ്. ബാക്കി വെർബ് പാർട്ട് is playing ആണ് ഇതിന്റെ predicate. സബ്ജക്റ്റ് പാർട്ട്, നൗൺ പാർട്ട് സബ്ജക്റ്റ്, വെർബ് പാർട്ട് പ്രെഡിക്കേറ്റ്. ഇവിടെയോ എന്താ സെക്കൻഡ് സെന്റൻസ്? ദേ ആണ് ഇതിന്റെ നൗൺ പാർട്ട്, അതാണ് സബ്ജക്റ്റ്. ആർ എൻജോയിങ്, അതതിന്റെ പ്രെഡിക്കേറ്റ് വെർബ് പാർട്ട്. ഇത് ഹെൽപ്പിംഗ് വെർബ്, ദിസ് ഇസ് ദ മെയിൻ വെർബ്. ഓക്കെ. ഡക്സ് ആർ സ്വിമ്മിങ്. ഇവിടെ ഡക്സ് ആണ് സബ്ജക്റ്റ്, ദാറ്റ് ഈസ് നൗൺ പാർട്ട്. ആർ സ്വിമ്മിങ് ആണ് അതിന്റെ verb part, that is predicate. The child is crying.
child subject, is crying predicate, verb part. I am reading. ഇവിടെ I subject, helping verb, reading main verb. ഓക്കെ, ഇതാണ് അതിന്റെ സബ്ജക്റ്റ്, ബാക്കി predicate. ഈ സെന്റൻസിനകത്ത് നമ്മൾ പറഞ്ഞു നൗൺ പാർട്ടാണ് ഏത് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അതെന്താകാം? ഇതൊരു പേരാകാം, മേ ബി ഇറ്റ് ഇസ് എ നെയിം, പ്രോനൗൺ ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഇതാണ് ഈ ഒരു സിംഗുലർ നൗൺ ആകാം, ഏതെങ്കിലും പേരാകാം, പ്രോനൗൺ ആകാം, അല്ലെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആകാം. ഏത്? ഈ സബ്ജക്റ്റ് പാർട്ട്, അത് നൗൺ പാർട്ട്. ഓർ എ തിങ്, എന്തെങ്കിലും ആകാം. തിങ് എന്താണ്? അതായത് നോൺ ലിവിങ് തിങ്സ്, അത് തിങ്സ്, ജീവൻ ഇല്ലാത്ത ഇതൊക്കെ തിങ്സ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ നൗൺ എന്താണ് നമുക്കൊക്കെ അറിയാവോ? നൗൺ ഈസ് എ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ്സ്, ആനിമൽസ്, വെജിറ്റബിൾസ്, ഒക്കെ സംതിങ്, എനിത്തിങ്, നെയിം ഓഫ് എനിത്തിങ് ആണ് നൗൺ. അപ്പൊ ഈ നൗൺ പാർട്ടാണ് സബ്ജക്റ്റ്, വെർബ് പാർട്ട് പ്രെഡിക്കേറ്റ്. ആ വെർബ് പാർട്ടിനകത്ത് എന്തുണ്ടാകാം? ഒബ്ജക്റ്റ് ഉണ്ടാകാം, മെയിൻ വെർബ് ഉണ്ടാകാം, അഡ്ജക്റ്റീവ്സ് ഉണ്ടാകാം, ആഡ്വേർബ്സ് ഉണ്ടാകാം, പിന്നെന്താണ് ഹെൽപ്പിംഗ് വെർബ്സ് ഉണ്ടാകാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. ഇപ്പൊ ഇവിടെ നമ്മള് ഹെൽപ്പിംഗ് വെർബ്, മെയിൻ വെർബ് ഉള്ളു. കൊച്ചു കൊച്ചു സെന്റൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, അതുകൊണ്ട് കൊച്ചു കൊച്ചു സെന്റൻസ്. അപ്പൊ ഈ സബ്ജക്ട് പാർട്ടിനാണ്, അല്ലെങ്കിൽ നൗൺ പാർട്ടിനാണ് സബ്ജക്റ്റും. ആ സെന്റൻസിനെ, ഒരു സെന്റൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അതിന്റെ നൗൺ പാർട്ട് സബ്ജക്റ്റും ബാക്കി വെർബ് പാർട്ട് പ്രെഡിക്കേറ്റുമാണ്. അങ്ങനെയാണ് സെന്റൻസിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. എന്താണ് സബ്ജക്റ്റ്? നൗൺ പാർട്ട് ആണ് സബ്ജക്റ്റ്, വെർബ് പാർട്ട് പ്രെഡിക്കേറ്റ്. നൗൺ പാർട്ട് ഈസ് കോൾഡ് സബ്ജക്റ്റ്, വെർബ് പാർട്ട് ഈസ് കോൾഡ് പ്രെഡിക്കേറ്റ്. ഇനി ഈ സബ്ജക്റ്റ് നൗൺ പാർട്ട് എന്തൊക്കെയാകാം? ഇതൊരു വേർഡ് ആകാം, പ്രോനൗൺ ആകാം, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആകാം, പിന്നെ നെയിം ഓഫ് എ പേഴ്സൺ ആകാം, ആനിമൽ ആകാം, ഒരു ഏതെങ്കിലും ഒരു തിങ്, ഏതെങ്കിലും നെയിം ഓഫ് എനിത്തിങ്, അതാണ് സബ്ജക്റ്റ്. ഓക്കെ, ഇനി പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ വെർബ് പാർട്ട്. ഇറ്റ് ടെൽസ് us about what the subject does. ഇവിടെ പ്രെഡിക്കേറ്റ് ഒക്കെ ഈസ് പ്ലേയിങ്. അപ്പൊ എന്താണ് നമ്മളോട് പറയുന്നത്? what the predicate tells? it tells what the subject does. ഈ സബ്ജക്ട് എന്താണ് ചെയ്യുന്നതെന്നാണ് പ്രെഡിക്കേറ്റ് പാർട്ട് നമ്മളോട് പറയുന്നത്. ഇവിടെ സബ്ജക്ട് പ്രെഡിക്കേറ്റ് ഏതാണ്? പ്ലേയിങ്. അപ്പൊ ആരാ കളിക്കുന്നത്? പ്ലേ ചെയ്യുന്നില്ല. അപ്പൊ the predicate part tells us what the subject does. മനസ്സിലായല്ലോ? ഇനി നമ്മള് എക്സാമ്പിൾ എടുത്തേ. ഇതിനകത്ത് കുറച്ച് എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. എക്സർസൈസ് ഫസ്റ്റ് ഒരു ബോക്സ് തന്നിട്ടുണ്ട് കേട്ടോ. there are 3 sections. അത് ഡിസോർഡറിൽ കിടക്കുകയാണ്. യു ഹാവ് ടു മേക്ക് ഇറ്റ് ഇൻ എ പ്രോപ്പർ വേർഡ് ഓർഡർ. ദിയ ഈസ് സ്ലീപ്പിംഗ്. അതെങ്ങനെ? ദിവ്യ ഈസ് പ്ലേയിങ്. ബാരുൺ ഈസ് സ്ലീപ്പിംഗ്. ദ ടൈഗർ റോസ്. മൈ പേരൻസ് ലവ് മീ. ദ പിക്ചർ ഈസ് ബ്യൂട്ടിഫുൾ. ദ നൈറ്റ് ഈസ് കൂൾ ഹിയർ. ദ ക്യാറ്റ് ലുക്സ് ഹംഗ്രി. ഐ ഫീൽ സ്ലീപ്പി. ആർ യു കമ്മിങ്? ഓക്കെ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന നൗൺ പാർട്ട് ഏതൊക്കെയാണ്? ദിവ്യ, ബാരുൺ, ടൈഗർ, മൈ പേരൻസ്, the picture, the night, the cat, I and you. ഇതിന്റെ നൗൺ പാർട്ട് ആണ്, അതാണ് അതിന്റെ സബ്ജക്റ്റ്. നമ്മൾ സെന്റൻസ് ഉണ്ടാക്കിയിരിക്കണം. ആ ബോക്സിൽ നിന്ന് എടുത്ത് സെന്റൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിന്റെ വെർബ് പാർട്ട് ഏതൊക്കെയാണ്? ഈസ് പ്ലേയിങ്, ഈസ് സ്ലീപ്പിംഗ്, റോസ്, ലവ് മീ, ഈസ് ബ്യൂട്ടിഫുൾ, ഈസ് കൂൾ ഹിയർ, ലുക്സ് ഹംഗ്രി, ഫീൽ സ്ലീപ്പി, ആർ കമ്മിങ്. ഇതാണ് ഇതിന്റെ പ്രെഡിക്കേറ്റ് വെർബ് പാർട്ട്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ സെന്റൻസിനെ രണ്ടായിട്ട് തിരിക്കുന്നു. A sentence is divided into 2 parts. First part is subject and then second part is called predicate. The subject part is the noun part and the predicate part is verb part. The subject may be a word, a pronoun or a group of words, or name of a person, animals or things. Name of anything will be the subject. And the verb part, that is predicate, tells us what the subject does. അതായത് സബ്ജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രെഡിക്കേറ്റിനകത്ത് വെർബ് പാർട്ട് പറയുന്നത്. സിമ്പിൾ ലെസൺ ആണ് പറയുന്നത്.
ഓക്കെ, നമുക്ക് അവരുടെ എക്സർസൈസ് ചെയ്യാം. Exercise 1. ശ്രദ്ധിച്ചിരുന്നോളണം. I don't give the answers through the audio clip or the separate one. Underline the subject and circle the predicates in the sentence. First one, a crowd of people gathered at the marketplace. Which is the subject here? It is already done here. A crowd of people. Group of words are gathered at the marketplace. That is the predicate verb part. The baby looked cheerful. Which is the subject? The baby. Which is the predicate? Looked cheerful. Another verb ഉണ്ട് അല്ലേ? Looked ആണ് അതിന്റെ verb. She spent her winter vacation in Udaipur. Which is the subject here? She. Which is the predicate? Spent her winter vacation in Udaipur. Udainatha, which is the verb there? Spent. അതിനകത്ത് ആ പാട്ടിൽ എന്തൊക്കെയുണ്ട്? വെർബ് ഉണ്ട്, പ്രോനൗൺ ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട് ആ സെന്റൻസിനകത്ത് അല്ലേ? അപ്പൊ ഇതെല്ലാം കൂടെ കൂടിയതാണ് പ്രെഡിക്കേറ്റ്. വി പ്ലേഡ് ബാസ്കറ്റ്ബോൾ ഫോർ 2 hours. വി ഈസ് ദ സബ്ജക്ട് ദെയർ. പ്ലേഡ് ബാസ്കറ്റ്ബോൾ ഫോർ 2 hours ഈസ് ദ പ്രെഡിക്കേറ്റ് വെർബ് പാർട്ട്. ഹാസ് ഹി ഗോൺ ഓൺ എ ക്യാമ്പിംഗ് ട്രിപ്പ്. അവിടെ ഒരു സെന്റൻസ് ആണ്, അതൊരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ററഗേറ്റീവ് സെന്റൻസ് ആണ്. What kind of sentence? Interrogative. Can you remember the kinds of sentence which are there? Declarative sentence, imperative sentence, interrogative sentence and exclamatory sentence. ഓർക്കുന്നുണ്ടല്ലോ ആരും? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാൽ നമ്മൾ കൈൻഡ്സ് ഓഫ് സെന്റൻസിലെ ഡിക്ലറേറ്റീവ് സെന്റൻസ്, ഇമ്പറേറ്റീവ് സെന്റൻസ്, ഇന്ററഗേറ്റീവ് സെന്റൻസ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഓക്കെ, അതിനകത്ത് ആ ഒരു ഇന്ററഗേറ്റീവ് സെന്റൻസ് ആണ് ഏത്? ഹാസ് ഹി ഗോൺ ഓൺ എ ക്യാമ്പിംഗ് ട്രിപ്പ്. കണ്ടില്ലേ, അതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ വെർബ് എടുത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് ചേർത്ത് ഹാസ്. സബ്ജക്ട് രണ്ടാമത് പറഞ്ഞു. അത് അപ്പൊ അതിന്റെ സബ്ജക്ട് ഏതാണ്? ഹി. ഹി ഈസ് ദ സബ്ജക്ട്. ഹാസ് ഗോൺ ഓൺ എ ക്യാമ്പിംഗ് ട്രിപ്പ് ഈസ് ദ വെർബ് ദെയർ, വെർബ് പാർട്ട്, പ്രെഡിക്കേറ്റ് ദെയർ. ഐ ഫീൽ സ്ലീപ്പി ആഫ്റ്റർ ഡിന്നർ. Which is the subject here? I. Feel sleepy after dinner is the predicate. The clown made everybody laugh. Subject is the clown. Predicate is made everybody laugh. Is Gegen the captain of the team? Subject is Gegen. Predicate is the captain of the team. That is the predicate. Next exercise, write the names of the people who do these jobs. You might have studied this one. A baker makes breads and cakes to sell. ഇവിടെ നമ്മൾ സബ്ജക്റ്റ് ചേർക്കണം. നൗൺ പാർട്ട് നമ്മൾ ഫിൽ ചെയ്യണം. A dash treats patients. Who is treating patients? A doctor. And dash paints pictures. Who is painting pictures? An artist. A dash stitches clothes. One who stitches clothes is called a tailor. A tailor stitches clothes. Fifth one, a dash repairs water pipes. Who is mending the pipes and all? A plumber. Plumber repairs water pipes. A dash sells flowers. Florist. പൂക്കളെ വിൽക്കുന്നയാളെ പറയുന്നത് എന്താണ്? ഫ്ലോറിസ്റ്റ്. നെക്സ്റ്റ് വൺ, എ ഡാഷ് വീവ്സ് ക്ലോസ്. അതായത് തുണി നെയ്തെടുക്കുന്നയാളിലെ നെയ്യുക, വീവിങ്, നെയ്തെടുക്കുന്ന തറയിൽ നെയ്ത് ലൂമിൽ നെയ്തെടുക്കുന്ന ആളാരാണ്? വീവർ. എ വീവർ വീവ്സ് ക്ലോസ്. ആൻഡ് ഡാഷ് മേക്സ് ഓർ സെൽസ് സ്പെക്ടക്കിൾസ്. കണ്ണട വിൽക്കുന്ന ആളിനെ സ്പെക്ടക്കിൾസ് എന്നാ കണ്ണട വിൽക്കുന്ന ആളിനെ പറയാം ആൻ ഒപ്റ്റീഷ്യൻ. An optician makes or sells spectacles. Okay, makle, that is a second exercise. Next, third exercise, complete the sentence with the subjects from the books. Books il thannittund, adu ningal subject ചേർത്ത് fill ചെയ്യണം. Water boils at 100 degrees Celsius. Second one, dash like eating sugar cane. Ada ആർക്കാ കരിമ്പ് തിന്നാൻ ഇഷ്ടം? Elephants. Elephants like eating sugar cane. Third one, dash are used to make chips. Chips. Chips ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്?
banana അല്ലേ ഇവിടെ banana തന്നിട്ടില്ല. It is not written here. So potatoes. Potatoes are used to make chips. Fourth one, dash are made with flour, eggs and milk. ഇതെല്ലാം കൂടെ ചേർത്ത് ഫ്ലോറും എഗ്ഗും മിൽക്കും കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന സാധനം ഫേവറേറ്റ് വൺ ഫോർ യു, ദാറ്റ് ഈസ് കേക്ക്. Cakes are made with flour, eggs and milk. Next one, Dash is a children's magazine. Fun Time. There are so many magazines are there for children. Here it is written Fun Time. Fun Time is a children's magazine. Sixth one, Dash is the capital of England. Which is the capital of England? London. London is the capital of England. Dash floats on water. വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന സാധനം എന്താ? Logs അല്ലേ? Wood. Wood floats on water. Dash is in Delhi. The Red Fort. ചെങ്കോട്ട എന്ന് പറയും അല്ലേ? Red Fort is in Delhi. അപ്പൊ നമ്മൾ ഇവിടെ noun part ചേർത്ത് ഇവിടെ verb part ചേർക്കണം. Look at the picture and complete the sentence with a suitable predicates. First one, don't touch the cup of tea. It is very hot. Pictures are there. Based on the pictures, you have to fill in the blanks. The girl dash. What is the girl doing? He is flying kite. Third one, I like the painting. It is beautiful. കാരണം എന്താണ്? Why did I like the painting? Because it is so beautiful. I like the painting. It is very beautiful. Next one, the people are dash. എന്താ ചെയ്യുന്നത്? People എന്താ ചെയ്യുന്നത്? Are getting out of the train. The children dash. കുട്ടികൾ എന്താ ചെയ്യാൻ പോകുന്നത്? What are they doing? They are going to board the bus. So the children are boarding the bus. ബസ്സിലോട്ട് കയറാൻ പോകുന്നു. The woman dash doing something അല്ലേ? എന്താ ചെയ്യുന്നത്? The woman is watching something. എന്തോ കണ്ടോണ്ടിരിക്കുക. അതാണ് the woman is watching something. അപ്പൊ നമ്മൾ ഇത്രയും എക്സാമ്പിളിൽ നമ്മൾ പഠിച്ച എന്താണ്? സബ്ജക്റ്റും പ്രെഡിക്കറ്റും. അപ്പൊ മക്കളെ സബ്ജക്റ്റ് ഏതാണ്? നൗൺ പാർട്ട്, പ്രെഡിക്കറ്റ്, വെർബ് പാർട്ട്. സബ്ജക്റ്റ് എന്തൊക്കെയാകാം? സബ്ജക്റ്റ്? ഒരു വേർഡ് ആകാം, പ്രോനൗൺ ആകാം, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആകാം, അല്ലെങ്കിൽ എന്താണ് എ നെയിം ഓഫ് എ പേഴ്സൺ ആകാം, ആനിമൽ ആകാം, ഓർ തിങ് ആകാം. എങ്കിലും ആകാം സബ്ജക്റ്റ് പാർട്ട്. നൗൺ പാർട്ട് ഈസ് കോൾഡ് സബ്ജക്റ്റ് ആൻഡ് വെർബ് പാർട്ട് ഈസ് കോൾഡ് predicate. Okay? Okay, children. Let us stop here. So you have to do the exercise. Okay? മക്കളെ പിന്നെ വേറൊരു കാര്യം, ഏതൊക്കെ സബ്ജക്റ്റ്? I, you, they, we, he, she, it. I is the first person singular, we is the first person plural. You is the first person singular, you is the you is the second person singular, the plural is the same one. Third person singular, he, she, it, and the plural is they. Okay, makle, bye. You have to do the exercise and go through the lesson very well. Then only you will be able to understand the exercise and this part.